നന്ദനയ്ക്ക് ഉദയനോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് ഗോപിക മീനത്തേലിനോട് പറയുന്നു. നന്ദനയുമായുള്ള നല്ല കാലത്തിന്റെ ഓർമ്മകളുമായി ഹരിപ്രസാദ്. അച്യുതൻ ഹരിയെ ഫോണിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്നും എത്തുന്ന അമ്മയോട് രോഗവിവരങ്ങൾ ചോദിക്കുന്ന ഹരി, അമ്മയ്ക്ക് മരുന്നിനേക്കാൾ അത്യാവശ്യം മനസ്സമാധാനമാണെന്ന് അച്യുതൻ ഹരിയോട്. നിരപരാധിയായ തന്റെ ഭർത്താവിനെ സംശയിച്ചതിലുള്ള വേദനയുമായി നന്ദന. എവിടെ പോകുന്നു? ആഹാരം എടുത്തു വെക്കാൻ. വേണ്ട, കഴിച്ചു. എന്തായി? അന്വേഷണത്തിന്റെ ഫയൽ ക്ലോസ് ചെയ്തോ? അതോ തുടരന്വേഷണമാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അറിവല്ല വേണ്ടത്, തിരിച്ചറിവാണ് വേണ്ടത്. ഇതെന്താ പുതിയൊരു പതിവ്? ചായ ഇടുന്നതാണോ? എന്നും രാവിലെ ചായ ഉണ്ടാക്കാറില്ലേ? അത് പക്ഷേ ഇന്നലെ വരെ ഞാനല്ലേ ഉണ്ടാക്കിയത്.
അടുക്കളയിൽ രാവിലത്തെ സെഷൻ എന്റെ ഡ്യൂട്ടിയാണല്ലോ. ഇന്ന് എനിക്ക് തോന്നി രാവിലെ അടുക്കളയിൽ കയറണമെന്ന്. യതേട്ടനും ചേച്ചിക്കുള്ള ചായ ദേ ഇരിപ്പുണ്ട്. രാവിലെ ചായ ഇടാൻ തുടങ്ങിയില്ലേ? ഞാൻ വന്നപ്പോഴേക്കും ചായ റെഡി. ചേട്ടത്തിയമ്മ അനിയനും എനിക്ക് ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. നന്ദനയോ? അതെന്തു പറ്റി? എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഹരി പിന്നെ വല്ലതും പറഞ്ഞോ പ്രഭാകര? പ്രത്യേകിച്ച് എന്ത് പറയാനാ? ഹരി രാത്രി കുറെ താമസിച്ചാ ഉറങ്ങിയതെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും ഉണർന്നപ്പോ അവന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ഹരി എന്നോടൊരു കാര്യം ചോദിച്ചു. അവന് നീ എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു കുത്ത് ചീട്ട് വാങ്ങിച്ചോണ്ടുവരാൻ പറയായിരുന്നില്ലേ? നമുക്ക് ഒരുമിച്ചിരുന്ന് ചീട്ട് കളിച്ച് രസിക്കാം. ആ എടാ, നിന്റെ കാര്യം തന്നെ ഇവിടെ പറഞ്ഞോണ്ടിരുന്നത്. നീ എന്ത് ചെയ്യണമെന്ന് അച്യുതേട്ടനോട് ചോദിച്ചത് ഏതർത്ഥത്തിലായിരുന്നു? എന്നിട്ട് അച്യുതേട്ടൻ ഇവനോട് എന്ത് സമാധാനം പറഞ്ഞു? എന്തു പറയാനാ രേണുകേ? നമ്മളെക്കാൾ കാര്യങ്ങൾ അറിയാവല്ലോ ഹരിക്ക്. എങ്കിലും ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു. കൊച്ചുമക്കളുടെ കളിയും ചിരിയും കണ്ടിരിക്കേണ്ട പ്രായമാണ് നിങ്ങൾക്കെന്ന്. അതിനപ്പുറം എന്ത് സൂചന കൊടുക്കാനാ? ഇവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തിനാ അച്ഛോട്ടാ പറയാൻ പോകുന്നത്? ആ ശരിയാ. ആ ഒരൊറ്റ കാരണം കൊണ്ട് അനന്തരവൻ ചിലപ്പം രാത്രി തന്നെ വണ്ടി എടുത്ത് സ്ഥലം വിട്ടേക്കും. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണല്ലോ അദ്ദേഹത്തിന്റെ പതിവ്. ഇങ്ങനെ മുള്ളും മുനെ വെച്ച് സംസാരിക്കുമ്പോ ഒരു കാര്യം എല്ലാവരും സൗകര്യപൂർവ്വം മറക്കുക. എന്റെ കല്യാണത്തിന് വേണ്ടി ഒരിക്കലും ഒരുങ്ങിയ വീടാ ഇത്. നന്ദനയുമായുള്ള എന്റെ കല്യാണം അച്ഛനും അമ്മയും അമ്മാവനും ചേർന്ന് ആലോചിച്ചാ ഉറപ്പിച്ചത്. നന്ദനയെ കണ്ടെത്തിയത് ഞാനാണെന്ന് സമ്മതിക്കുന്നു. ജീവിതം പങ്കുവെക്കേണ്ട പെൺകുട്ടിയെ സ്വയം കണ്ടെത്തുന്നത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിവാഹ തീരുമാനത്തിന് എല്ലാ പിന്തുണയും തന്നത് അമ്മയാ. പക്ഷെ ഞങ്ങളുടെ കല്യാണം നടന്നില്ല. എന്തുകൊണ്ടാ? ആരാ അത് മുടങ്ങാൻ കാരണമായത്? മറുപടി പറയാനുള്ള ബാധ്യത അച്യുതമ്മാവനാ. ശരിയാ, അന്ന് നിങ്ങളുടെ കല്യാണപ്പന്തലിൽ ഉടക്കുണ്ടാക്കിയത് ഞാനാ. അതിനു പക്ഷേ തക്കതായ കാരണമുണ്ട്. നന്ദനിക്ക് പണ്ട് മാനസിക രോഗം ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? മറ്റാരുമല്ല, ആ പെണ്ണിനെ വളർത്തിയ സുമിത്ര തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചു. തലയ്ക്ക് സ്ഥിരതയില്ലാത്തൊരു പെണ്ണിനെ നീ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണോ സഹിക്കുന്നത്? നന്ദനയ്ക്ക് അങ്ങനെ ഒരു അസുഖം ഇല്ലായിരുന്നു എന്നുള്ളതല്ലേ സത്യം? അത് പിന്നല്ലേ അറിയുന്നത്. അച്ഛന്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. കേട്ട വിവരം ശരിയാണെന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ എന്നെ വിവാഹപ്പന്തലിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോന്നില്ലേ? എനിക്ക് അന്നേരം അതേ ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ സ്നേഹത്തെക്കാൾ എനിക്ക് വലുത് നിന്റെ ജീവിതമാ. ഞാനെന്നല്ല, ലോകത്തിലെ ഏതൊരു അച്ഛനും ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യൂ. എന്നോ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ടെന്താ? എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യങ്ങളല്ലാതെ. പക്ഷെ നന്ദന വിട്ടുകളഞ്ഞു. അതുകൊണ്ടാണല്ലോ അവള് വേറെ കല്യാണത്തിന് സമ്മതിച്ചത്. സമ്മതിച്ചതല്ലെന്ന് അമ്മയ്ക്കറിയാം. ഭീഷണിപ്പെടുത്തി ആ കല്യാണം നടത്തിയത്. എന്തായാലും ആ പെണ്ണിന്റെ കല്യാണം നടന്നോ? എടാ, നീ എന്തിനാ അവളെ ഓർത്ത് തപസ് ചെയ്യുന്നത്? അതിന്റെ ന്യായം എന്താന്ന് വെച്ചാ പറ. അക്കാര്യം പറയുമ്പോ നിന്റെ ഈ മൗനം ഉണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഹരിക്ക് ഈ ജീവിതത്തിൽ കല്യാണമേ വേണ്ടെന്നാണോ? അതാ നിന്റെ പ്ലാനെങ്കിൽ തുറന്നു പറ. വെറുതെ ഇവര് പ്രതീക്ഷ വെച്ചോണ്ടിരിക്കണ്ടല്ലോ. കല്യാണം കഴിക്കില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഒരാലോചനയ്ക്ക് നീ നിന്നിരുന്നില്ലല്ലോ. എടാ, നിനക്ക് എത്ര വയസ്സായെന്നുള്ളത് നീ മറന്നോ? മൂത്ത് തരച്ചിട്ട് കെട്ടാനിരിക്കുകയാണോ ഇയാള്? നമ്മുടെ കാലം കഴിയാൻ കാത്തു നിൽക്കേട്ടാ. അങ്ങനെ പകരം വീട്ടുക നമ്മുടെ മോൻ. അമ്മേ, എനിക്കൊന്നും കേക്കണ്ട. അമ്മയെന്ന് വിളിച്ചാ മാത്രം പോരാ, ആ വെളിയിൽ ശകലുമെങ്കിലും ആത്മാർത്ഥത വേണം. മതി രേണുകേ, വെറുതെ വർത്തമാനം പറഞ്ഞ് വായിലെ വെള്ളം പറ്റിക്കുന്ന എന്തിനാ? ആ നേരം കൊണ്ട് ഈശ്വരനെ വിളിച്ച അതെങ്കിലും ആയി. നമുക്കിനി ആകെയുള്ള ആശ്രയം ദൈവമാ. ഹരി ഇപ്പൊ തൃശ്ശൂരിലേക്ക് പോകുന്നുണ്ടോ? അതെന്താ അമ്മേ?
ഹാ, ഇവിടെ ആവുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിനക്ക് ശ്വാസം മുട്ടലല്ലേ? ഇവിടുന്ന് മാറി നിന്നാ പിന്നെ ആ ശല്യമില്ലല്ലോ. നീ ചെന്ന് കുറച്ചേരം കിടക്കാൻ നോക്ക് രേണുകേ. വാ. ആ എന്നാ പിന്നെ ഞാനും അങ്ങ് ഇറങ്ങുവാ. റബ്ബർ സൊസൈറ്റിയിൽ ഒന്ന് കയറണം. ഡാ ഞാൻ ഇറങ്ങുകന്ന്. അമ്മാവനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? ആ എന്താ? എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അമ്മാവൻ വരണം. നിനക്ക് പറയാനുള്ളത് എന്നോടല്ല, പ്രഭാകരനോടും രേണുകയോടുമാണ് പറയേണ്ടത്. അതെന്തായിരുന്നാലും. ഹരി എവിടെ? കഴിക്കാൻ വിളിച്ചില്ലേ നീ? ഇപ്പൊ വരാവന്ന്. കുളിക്കാൻ കേറിയതാണെന്ന് തോന്നുന്നു. എന്ത് പറ്റിയതാണോ എന്തോ? ഇന്നിവിടെ നിൽക്കാൻ തോന്നിയല്ലോ. ലീവ് ഇല്ലാന്നും പറയുന്നു. ഇന്നത്തെ പാചകം അവന്റെ വകയാ. ഓഹോ. എങ്ങനെയുണ്ട് കറികളൊക്കെ? കൊള്ളാം. ആരാ നോക്ക്. പരിചയമില്ലാത്ത നമ്പരാ. എന്തായാലും എടുക്ക്. ഹലോ. അതെ, ഉണ്ട്. കഴിക്കാനിരുന്നു. ആരാ? ആ മനസ്സിലായി. ശരി ശരി, ഞാൻ കൊടുക്കാവേ. ദേ, കരുനാഗപ്പള്ളിന്നാ. മുമ്പൊരു പണിക്കര് സാറിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നില്ലേ? ആ സ്കൂൾ ടീച്ചർ അച്ഛൻ. ആ അത് തന്നെ. ഞാനെന്ത് സംസാരിക്കാനാ? അവര് ഫോൺ വെച്ചിട്ടില്ല. ഹലോ. ആ നമസ്കാരം. ആ രേണുക പറഞ്ഞു. പറഞ്ഞാട്ടെ സാറേ. ആ അതെ, മോനിപ്പോഴും തൃശ്ശൂർ തന്നെയാ. സ്ഥലമാറ്റമൊന്നും ആയിട്ടില്ല. കല്യാണമൊന്നും ആയിട്ടില്ല. പ്രപ്പോസൽ അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്കിവിടെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അയ്യോ, സീരിയസ് ആയിട്ടൊന്നുമില്ല. ആ അത് ശരി. ഓ ഇപ്പൊ മനസ്സിലായി. ഞാൻ വീട്ടിലൊന്ന് ആലോചിക്കട്ടെ സാറേ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓ ശരി, ഓക്കെ, ആയിക്കോട്ടെ. എന്താ പുള്ളിക്കാരൻ പറയുന്നത്? രേണുവിക്ക് മനസ്സിലായില്ല കാര്യം എന്താന്ന്. മനസ്സിലാക്കേണ്ട ആൾ ഇവിടെ ഇരിക്കല്ലേ, പറഞ്ഞു കൊടുക്ക്. ഒരിക്കൽ ഞാൻ പറഞ്ഞതാ. പിന്നെ അതങ്ങ് ഓർത്തോണ്ടിരിക്കല്ലേ ഇവൻ. ഓർത്തോക്കാൻ അയക്ക് വേറെ പലതും ഉണ്ടല്ലോ. കരുനാഗപ്പള്ളിയിലെ ഒരു പെൺകുട്ടിയുടെ കാര്യ ഹരി. ഹൈസ്കൂളിലെ ടീച്ചറാ. ഹൈസ്കൂളല്ല, VHSC. എന്തായാലും ടീച്ചറാ. ഒരാങ്ങളെ ഈ കുട്ടിയേ ഉള്ളൂ. ആങ്ങളെ കല്യാണം കഴിഞ്ഞ് വേറെ താമസമാ. കരുനാഗപ്പള്ളിയിൽ പുള്ളിമാൻ ജംഗ്ഷൻ അടുത്ത വീട്. അഡ്വക്കേറ്റ് പരമേശ്വര പണിക്കരുടെ തറവാട്. പേരുകേട്ട കുടുംബ. നിന്റെ ആ കുട്ടിയുടെ നാള് തമ്മിലും ചേരും. നമ്മളിങ്ങനെ വായിട്ടളിച്ചിട്ടെന്താ? ഒരക്ഷരമേ മിണ്ടുന്നുണ്ടോ നോക്കിയേ. ഹരി, കുറച്ച് വെള്ളം. ഇരിക്കച്ച, എന്നോടുള്ള ദേഷ്യത്തിന് ഊണ് മുടക്കണ്ട. എന്തിനാ ഉണ്ണുന്നത്? മതി. അച്ഛൻ ഇരിക്കേ. ഇരുന്നാട്ടെ. അച്ഛനും അമ്മാവും കൂടി ഉള്ളപ്പോ സംസാരിക്കാന്ന് വിചാരിച്ചതാ. എപ്പോഴും പറയുന്ന പോലെ എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യ. മനഃപൂർവ്വമല്ലെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു.
മനഃപൂർവ്വം അല്ലെങ്കിൽ പിന്നെ എന്താടാ ഇത്? നീ നേഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ? ശോ, അവൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാ പറയാൻ അവസരം കൊടുക്ക്. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല. ഹരി, ഈ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാം. അത് പരിഹരിക്കാനും നിന്നെ കൊണ്ടേ കഴിയൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഇത്ര നാളെ ബാക്കിയുള്ളൂ. ഈ ലോകം വിട്ടു പോകുമ്പോ മനസമാധാനത്തോടെ യാത്രയാവണമെന്നൊരാഗ്രഹമുണ്ട്. നിന്റെ മോന്റെ നോട്ടത്തിൽ അത് ആഗ്രഹമൊന്നുമല്ല, അത് നമ്മൾ അത്യാഗ്രഹമാ. നിന്റെ ശമ്പളം മാസം തോറും ഇവിടെ കൊണ്ടുവന്ന് തരണമെന്ന് ഞാനോ അച്ഛനോ പറഞ്ഞിട്ടില്ല. എത്രയാ ശമ്പളമെന്ന് പോലും ചോദിച്ചിട്ടില്ല. വേറെ ഒരു കാര്യത്തിലും നിയന്ത്രണവും വെച്ചിട്ടില്ല. ഒരൊറ്റ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, കല്യാണം. അത് ഞങ്ങളുടെ അവകാശമാ. എടാ, അവകാശം മാത്രമല്ല, ഈ കുടുംബത്തിന്റെ ആവശ്യമാ. ചെമ്പരിക്കൽ തറവാട്ടിൽ ഞങ്ങളുടെ കാലശേഷം ഹരിയുണ്ട്. നിന്റെ കാലം കഴിഞ്ഞാലോ ഈ കുടുംബം അന്യം നിന്ന് പോവില്ലേ? അത് മാത്രം ആലോചിച്ചാ മതി. അതോ ഈ വീടും സ്ഥലവും ഉൾപ്പെടെ എല്ലാം വല്ല അനാഥ മന്ദിരത്തിൽ എഴുതി കൊടുക്കാൻ നീ തീരുമാനിച്ചിട്ടുണ്ടോ? എന്താ ചെയ്യേണ്ടെന്ന് നീ ഇന്നലെ അച്ചേട്ടനോട് ചോദിച്ചില്ലേ? എന്നും പറഞ്ഞിട്ടുള്ള അതേ ആവശ്യമേ ഞങ്ങൾക്കുള്ളൂ. നീ കല്യാണം കഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ സ്വത്തും നിന്റെ പേരിൽ എഴുതി വെച്ചിട്ട് ഞാൻ ഇവിടെയും കൂടി ഇവിടം വിട്ട് പോകും. പുണ്യസ്ഥലങ്ങളും മഹാക്ഷേത്രങ്ങളും കണ്ട് ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്ന് ശിഷ്ടജീവിതം അവിടെ കഴിച്ചുകൂട്ടും. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്റെ കൂടെ വരാൻ? ഇതെന്ത് ചോദ്യമാ? ഇവിടെ ഇങ്ങനെ മനപ്രയാസത്തോടെ കഴിയുന്നതിലും ഭേദം എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടു പോകുന്നല്ലേ. അതോടെ നമുക്ക് മാത്രമല്ല, ഇവനും മനസമാധാനം കിട്ടുമല്ലോ. അച്ഛന്റെ അമ്മയുടെ ശല്യം ഒഴിവാകുമല്ലോ. മതിയമ്മേ, ആരും എവിടേക്കും പോകുന്നില്ല. ഞങ്ങളിവിടെ തീരുന്ന് കഴിയണമെന്നാവും നിന്റെ ആഗ്രഹം അല്ലേ? ഞാൻ കാരണം അച്ഛന്റെ അമ്മയുടെ സമാധാനം ഇല്ലാതാവണ്ട. കല്യാണം നടന്നാ പോരെ? നടക്കും. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതായിരിക്കും രേണുകേ. ശോ, എന്തോന്നാ ഇത്? ഞാൻ കല്യാണത്തിന് തയ്യാറാണ്. കളിയാക്കാണോ നീ? കളിയല്ലച്ച, കാര്യമായിട്ടും. മോനെ, നിബന്ധനകളോ വ്യവസ്ഥകളോ ഒന്നുമില്ല. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന പെൺകുട്ടിയെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. അതിലൊരു പന്തികേടുണ്ടല്ലോ. എന്താ? നമ്മൾ കണ്ടെത്തുന്ന കുട്ടിയെ ഒരു കണ്ടീഷനില്ലാതെ ഹരി കല്യാണം കഴിക്കുന്നു. അതായത് ഇവന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി ഒരു കല്യാണം. എന്നിട്ട് നമ്മളോടുള്ള വാശി ആ കുട്ടിയോട് തീർക്കാം. അതാണോ ഉദ്ദേശം? അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ അച്ഛൻ അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഈ കാര്യത്തിൽ വിശ്വാസം ശകലം കുറവാണെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ പോവാ. നിനക്ക് കല്യാണവുമായി ബന്ധപ്പെട്ട് ഡിമാൻഡുകളോ കണ്ടീഷൻസോ ഇല്ല. എന്നാ എനിക്ക് നീയുമായിട്ടൊരു കണ്ടീഷൻ വെക്കാനുണ്ട്. എന്താ ഇത്? ഹരി കല്യാണത്തിന് സമ്മതിച്ചല്ലോ. അതൊരു വെറും സമ്മതമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ടീഷൻ ഇതാ: കല്യാണം കഴിഞ്ഞ മുഷിഞ്ഞൊരു വാക്ക് നീ ഭാര്യയോട് പറയാൻ പാടില്ല. ആ കുട്ടിയുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിയാൻ പാടില്ല. ഹരി ആ കുട്ടിയെ സ്നേഹിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വാക്ക് തന്നാ പോരെ? വാക്ക് മാറരുത്. മാറിയാൽ ഈ വീട്ടിൽ പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകും. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. എന്റെ ഏട്ടാ, നമ്മൾ ഇത്രയും നാളും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എന്തിനു വേണ്ടിയായിരുന്നു? ഹരി കല്യാണത്തിനൊന്ന് സമ്മതം മൂളാൻ. ഇപ്പൊ അവൻ സമ്മതിച്ചില്ലേ? അപ്പൊ അതിന്റെ പേരിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ഞാനേ ഇന്ന് കുറച്ച് പായസം ഉണ്ടാക്കാൻ പോവാ. പാല് വാങ്ങിക്കൊണ്ട് വരണേ ഹരി. ഒരു കാര്യം കൂടി, നിന്നോടാ. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ നീ കല്യാണം കഴിച്ചോളാന്ന് പറയുന്നു. ഏതാണ് ആ കുട്ടിയെന്ന് നീ ഒന്ന് പറഞ്ഞാ ഞങ്ങൾ അതിനെ തന്നെ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ പ്രത്യേകിച്ചൊരാളെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല. അതിനി പ്രത്യേകിച്ചൊരു ആലോചന എന്തിനാ? നിശ്ചയത്തിന് വരെ ഒരുങ്ങിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ നമ്മുടെ മുമ്പില്, ശ്രുതി. ആ കുട്ടി മതി. എന്താ ഹരി? അമ്മയുടെ ഇഷ്ടം. ഇതെനിക്ക് പിടിക്കാത്തത്. അമ്മയുടെ ഇഷ്ടത്തിലാണോ നീ കല്യാണം കഴിക്കുന്നത്? ശോ, ഇങ്ങനെ ക്ഷമയില്ലാതായാൽ എങ്ങനെയാ? അവൻ അങ്ങനെയല്ലേ പറയൂ. ശ്രുതിയുടെ കാര്യത്തിൽ ഹരിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ലെന്ന് മനസ്സിലായില്ലേ ഏട്ടന്? ഇനിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മളാ. അടുത്തൊരു അവധി ദിവസം നോക്കി നമുക്ക് എല്ലാവർക്കും കൂടി സതിയമ്മയുടെ വീട്ടിൽ പോവാം. അച്ചൂട്ടനെ വിളിക്കാം. ഹരി കേട്ടല്ലോ?
ഇങ്ങനെ ഓരോന്നിനും എന്നോട് അഭിപ്രായം ചോദിക്കണമെന്നൊന്നുമില്ല. എന്നാ എനിക്കൊരു അഭിപ്രായമുണ്ട്. പായസം വെക്കുന്ന കാര്യം മറക്കണ്ട. അതിനുള്ള നടപടികൾ ആരംഭിച്ചോ.